ഞെട്ടിച്ച 1945 കറുത്ത ദിനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഹിരോഷിമ നാഗസാക്കി ദിനങ്ങൾ. ഓഗസ്റ്റ് 6 ഹിരോഷിമയിലും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലും ബോംബ് വർഷിച്ച് അമേരിക്ക ജപ്പാനെ ഒന്നാകെ വിഴുങ്ങി. സൂര്യന് തുല്യം ഉയർന്നു പൊങ്ങിയ തീജ്വാലകൾ രണ്ടു നഗരങ്ങളെയും ചാമ്പലാക്കി. ലക്ഷത്തിലധികം ജനങ്ങളുടെ ജീവൻ അതിൽ പൊലിഞ്ഞു. അന്ന് രക്ഷപ്പെട്ടവരും അവരുടെ പിൻതലമുറക്കാരും ഇന്നും മാരകമായ രോഗങ്ങൾ ബാധിച്ച് മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോക ചരിത്രത്തിലെ ഈ കറുത്ത ദിനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചിലതുണ്ട്. ശാസ്ത്ര നേട്ടങ്ങൾ മാനവ നന്മയ്ക്കായിട്ടാകണം. ലോകരാഷ്ട്രങ്ങൾ ആണവായുധങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോഴും യുദ്ധപ്പെരുമ്പഴ മുഴക്കുമ്പോഴും ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും മണ്ണിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. സമാധാനത്തിന്റെ പ്രതീകമായ ഒറിഗാമി കൊക്കുകൾ നിർമ്മിച്ച സഡാക്കോ സസാക്കിയെ പോലെ മാരകമായ രോഗങ്ങൾ ബാധിച്ച കുഞ്ഞുങ്ങളുടെ ദയനീയ മുഖങ്ങൾ ഒന്നോർക്കുക. യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്ന് ഉദ്ഘോഷിക്കുമ്പോഴും ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും തുടർച്ച എന്നതുപോലെ യുക്രൈനിലും ഹമാസിലും ജീവനുകൾ പിടഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയുടെ തിരിച്ചടികൾക്ക് മുന്നിൽ നിസ്സഹായനായ മനുഷ്യൻ ചെറിയ ചെറിയ കാര്യങ്ങൾക്കു വേണ്ടി കൂട്ടക്കുരുതിയുടെ കുരുക്ഷേത്ര ഭൂമി സൃഷ്ടിക്കുന്നു. ഇതിനൊരു മാറ്റം വരുത്താൻ വിശാലമായ മാനവ സ്നേഹത്തിന്റെ ഒരു പുത്തൻ പ്രകാശം ലോകം മുഴുവൻ പരക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അധികാര മത്സരം